എവിടെ നോക്കിയാലും സെൽഫ് കെയർ, സെൽഫ് ലവ് ഇതൊക്കെയാണല്ലേ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന് ഏതാണ്ട് എല്ലാത്തിലും ഒരേ ചായയായിരിക്കും. അതായത് ഒരു കോസി റൂം, സെൻറ്റഡ് ക്യാൻഡിൽ, ഒരാൾ നല്ല ആക്റ്റീവായിട്ടിരുന്ന് ജേണലൊക്കെ എഴുതുന്നു, കുറച്ച് പേര് ബ്രേക്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ സെൽഫ് കെയർ, സെൽഫ് ലവ് എന്ന് പറഞ്ഞ് കാണുന്നത്. ഇത് കാണുമ്പോൾ കുറേ പേർക്കെങ്കിലും തോന്നും ഈ സെൽഫ് കെയർ ഒന്നും നമുക്ക് പറ്റിയ പണിയല്ലേ, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ഇതൊക്കെ വാങ്ങണം, ട്രാവൽ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. അപ്പം ഇത് ഒരു സെൽഫ് കെയർ മിത്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് കെയർ മിത്ത്. ഇതിനെയാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യുന്നതോ, അതല്ലെങ്കിൽ ഒരു ഡേ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതോ, അതും അല്ലെങ്കിൽ ഒരു വൺ ടൈം ആക്ടിവിറ്റി പോലുള്ള ഒരു സംഭവമല്ല ശരിക്കും നമ്മൾ സൈക്കോളജിയിലൊക്കെ പറയുന്ന ഒരു സെൽഫ് കെയർ എന്നുള്ളത്. അപ്പോൾ ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി നമ്മൾ എസ്തെറ്റിക് ആവുക എന്നുള്ളതിനേക്കാളും അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ടു യുവർ ബോഡി ആൻഡ് മൈൻഡ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ല ടയേർഡ്നെസ് തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക, വീട്ടിൽ എന്ത് ഭക്ഷണം ഉള്ളതെന്ന് വെച്ചാൽ അത് കൃത്യസമയത്ത് കഴിക്കുക, ബോഡീനൊന്ന് മൂവ് ചെയ്യുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാനേജിങ് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ്. അതായത് നമുക്ക് കൃത്യമായിട്ട് നോ പറയാനും, നമുക്കൊരു വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ അത് പറയണമെന്ന് തോന്നുന്ന ഒരാളെ വിളിച്ചിട്ട് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ എനർജി സസ്റ്റെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ഹോബീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളോട് തന്നെ ഒന്ന് കൈൻഡായിട്ടിരിക്കുക എന്നുള്ളതായിരിക്കാം. ഇത് മൂന്നുമാണ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഇത് പക്ഷേ നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇൻസ്റ്റഗ്രാമിൽ പറയുന്ന സെൽഫ് കെയറിൻ്റെ ഒരു ഭംഗിയും നിങ്ങൾക്കിത് പറയുമ്പോൾ തോന്നുന്നുണ്ടാവില്ല. അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ എസ്തെറ്റിക്സ് അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ ആരും കാണാത്തപ്പോൾ, അതായത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതിനർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും കാണിക്കുന്നത് മോശമാണ് എന്നല്ല. പക്ഷെ ഈ സെൽഫ് കെയർ എന്നുള്ള പേരിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുമ്പോൾ ആളുകൾക്ക് എനിക്കൊന്നും ഈ സെൽഫ് കെയർ പറ്റില്ലേ എന്നുള്ളൊരു ധാരണ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്.